എല്ലാവർക്കും നമസ്കാരം. അമൃതഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് പറയുന്ന സ്ഥലമാണ്. രാമായണ കഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ സംഗതികൾ നടന്ന ഒരു സ്ഥലമാണ് നാസിക് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വനവാസക്കാലത്ത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും വളരെയേറെ കാലം ഇവിടെ ചെലവഴിച്ചതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ലക്ഷ്മണൻ രാവണ സഹോദരിയായിട്ടുള്ള ശൂർപ്പണഖയുടെ മൂക്ക് മുറിക്കുന്നത് ഈ നാസിക്കിൽ വെച്ചിട്ടാണെന്നാണ് വിശ്വാസം. അങ്ങനെ നാസിക എന്ന ഇതിൽ നിന്നാണ് നാസിക് എന്ന പേര് ഈ സ്ഥലത്തിന് വരുന്നതെന്നാണ് ഐതിഹ്യം പറയുന്നത്. അതുപോലെ തന്നെ ഭാരതത്തിലെ പ്രശസ്തമായിട്ടുള്ള കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് നാസിക്. 12 വർഷത്തിൽ ഒരിക്കൽ ഇവിടെയും കുംഭമേള നടക്കാറുണ്ട്. നാസിക്കിനെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ, നാസിക് ചരിത്രങ്ങൾ, പുരാണങ്ങൾ എല്ലാമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോയുടെ പല ഭാഗങ്ങളിലായിട്ട് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണണമെന്നൊരു അപേക്ഷയോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഭാരതത്തിലെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വര ക്ഷേത്രത്തിലെത്തിയിരുന്നു. ആ ത്രയംബകേശ്വര ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷമാണ് നമ്മൾ നാസിക്കിലേക്ക് വരുന്നത്. രാവിലെ ഒരു 6:30 തന്നെ ത്രയംബകേശ്വര ക്ഷേത്രത്തിനടുത്ത് തന്നെയുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് നാസിക്കിലേക്കുള്ള ബസ്സിന് കയറി. 25 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് നാസിക്കിലേക്കുള്ള ദൂരം. 45 രൂപയാണ് ബസ് ചാർജ്. നാസിക്കിൽ ആദ്യമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് സ്ഥലത്തിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലാഞ്ഞുകൊണ്ട് ബസ്സുകാരോട് പറഞ്ഞു രാംകുണ്ടിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടു. അവിടെ നിന്ന് ഒരു ഓട്ടോയ്ക്ക് കയറി ഈ രാംകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 8 മണിയോടുകൂടി എത്തി. ഗോദാവരി നദിയുടെ കരയിലായിട്ടാണ് ഈ നാസിക് നഗരം സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം, ഭാരതത്തിലെ 7 പുണ്യനദികളിൽ ഒന്നാണ് ഗോദാവരി നദി. ഇത് ഗംഗ തന്നെയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഗംഗാ നദി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്, 2ാമത്തെ നീളം കൂടിയ നദിയാണ് ഗോദാവരി നദി. അതുപോലെ തന്നെ ഭാരതത്തിലെ കുംഭമേള നടക്കുന്ന 4 പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ നാസിക്കിലെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന രാംകുണ്ട് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയും ഹരിദ്വാറിലെയൊക്കെ പോലെ തന്നെ ഈ 12 വർഷങ്ങൾ കൂടുമ്പം ഭയങ്കര ഒത്തിരി ആൾക്കാർ വന്നിട്ട് ഇവിടെ കുംഭമേള നടക്കുന്നതാണ്. എന്തായാലും പവിത്രമായിട്ടുള്ള ഗോദാവരി നദിയിൽ ഇറങ്ങി സാധനങ്ങളൊക്കെ കരയ്ക്ക് വെച്ചിട്ട് ഗോദാവരി നദിയിൽ ഇറങ്ങി കുളിച്ചു. വെള്ളം ഹരിദ്വാറിലെ പോലെ അത്ര ശുദ്ധമായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. മറ്റ് പല പുണ്യനഗരങ്ങളിലുമൊക്കെ കാണുന്ന പോലെ തന്നെ, പുണ്യസ്ഥലങ്ങളിലുമൊക്കെ കാണുന്ന പോലെ തന്നെ ഇവിടെയും പ്രത്യേക പൂജകൾ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ പിതൃകർമ്മങ്ങൾ, ശ്രാദ്ധമൊക്കെ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ ഇവിടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടൊരു കാഴ്ച ഇവിടെ ഈ ഹരിദ്വാറിലൊന്നും കാണാത്തൊരു കാഴ്ചയാണ്. ഇവിടെ ഈ നദിയുടെ കരയ്ക്ക് തന്നെ ഇരുന്നിട്ട് ഈ തലമുണ്ടനം ചെയ്യുന്ന ഒരു കാഴ്ചയും ഇവിടെ കാണാനായിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. 1/2 കിലോമീറ്റർ മുകളിലുണ്ട് ഈ നാസിക് എന്ന് പറയുന്നത്. ഹരിദ്വാർ പോലെ അത്ര വിശാലമായിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല, എങ്കിലും വളരെ ജനത്തിരക്കുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഞാൻ രാവിലെയാണ് വന്നത്, ഇട ദിവസമാണ്, എന്നിട്ടും നല്ല രീതിയിൽ തിരക്കുണ്ട്. വനവാസക്കാലത്ത് രാമനും ഒക്കെ കുളിച്ചിരുന്നത് ഈ കടവിലാണെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഇതിന് രാംകുണ്ട് എന്ന പേര് വരുന്നത്. ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഒരു ഓട്ടോക്കാരൻ്റെ പുറകെ നടക്കുവാണ്. ഈ നാസിക്കിലെ കാഴ്ചകളെല്ലാം കൊണ്ട് കാണിക്കാം, സൈറ്റ് സീയിങ് 300 രൂപയ്ക്ക് ഓട്ടോയിൽ എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്നും പറഞ്ഞൊരു ഓട്ടോക്കാരൻ പുറകെ നടക്കുന്നുണ്ട്. അപ്പം അതെന്നാണെന്ന് നോക്കാം. നാസിക്കിനെ കുറിച്ച് നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളുള്ളതായിട്ടാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. രാംകുണ്ട്, അതുപോലെ തന്നെ തപോവൻ, അതുപോലെ പഞ്ചവടി. ഈ 3 സ്ഥലങ്ങൾ 3 ഏരിയയിലായിട്ടാണ്. അപ്പോഴത്തേനും ഒരു ഓട്ടോയൊക്കെ പിടിച്ച് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും സച്ചിൻ എന്ന് പറയുന്ന ഈ ഓട്ടോക്കാരന് എൻ്റെ പുറകെ നടന്ന് എന്നെ വീഴിച്ചു. ബാർഗെയിനിങ് ഒന്നും ചെയ്തിട്ട് നടന്നില്ല. 300 രൂപയിൽ കുറയല്ലെന്നാണ് പറയുന്നത്. നാസിക് മുഴുവനോടെ കവർ ചെയ്യുന്നതിന് 300 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രാവിലെ ഒരു 9:45 സച്ചിൻ്റെ കൂടെ നാസിക് കാണാനായിട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ബുധനാഴ്ച ദിവസമാണ്. ഈ ബുധനാഴ്ച ദിവസം ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മാർക്കറ്റ്, ഇങ്ങനെ നമ്മുടെ ഈ ഗോദാവരി നദിയുടെ കരയിലും ഈ ഇവിടെ ഭാഗത്തൊക്കെ ആയിട്ട് ഒത്തിരി കച്ചവട സ്ഥാനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. ഇത് ബുധനാഴ്ച ദിവസം ഇവിടെ മാർക്കറ്റ് ദിവസമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചന്തയാണ്. ഇവിടെ ചന്ത തുടങ്ങുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാർ കൂടി വരുമെന്നാണ് പറയുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഇവിടെ ഇത്രയും തിരക്കുണ്ടാവുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഓട്ടോക്കാരൻ സച്ചിന് നമ്മളെ ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത് രാമായണ കഥയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്ന സ്ഥലത്താണ്. ഇവിടെ വെച്ചിട്ടാണ് ലക്ഷ്മണന് രാവണ സഹോദരിയായിട്ടുള്ള ശൂർപ്പണഖയുടെ മൂക്ക് മുറിക്കുന്നതെന്നാണ് പറയുന്നത്. ലക്ഷ്മൺജി മന്ദിർ എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. കയറി വരുമ്പോഴേ തന്നെ ഈ വലതുവശത്തായിട്ട് ഇങ്ങനെ ഗണേശൻ്റെ ഒരു പ്രതിമ കാണാം. അതുപോലെ തന്നെ ഒരു പരുന്തൊരു കുടമൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സംഗതി നമുക്ക് കാണാനായിട്ട് പറ്റും. കുറച്ച് 2-3 സ്റ്റെപ്പുകൾ അങ്ങോട്ട് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഈ ലക്ഷ്മണന് ശൂർപ്പണഖയുടെ മൂക്ക് മുറിക്കുന്ന ഒരു പ്രതിമ ഇവിടെ കാണാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ കാണുന്ന ശൂർപ്പണഖ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ശൂർപ്പണഖയാണ്. ഒരു രാക്ഷസിയുടെ ഭാവമൊന്നും നമുക്ക് ഈ ശൂർപ്പണഖയെ കണ്ടാൽ തോന്നുകയില്ല. ഇവിടെയുള്ള ഒരു പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്മണന് ശൂർപ്പണഖയുടെ മൂക്ക് മുറിച്ച ഒരു സംഭവം കാരണമാണ് രാമായണത്തിലെ മറ്റു കാര്യങ്ങൾ മുഴുവൻ ഉണ്ടായത്. സീതാപഹരണവും യുദ്ധവും എല്ലാം ഉണ്ടാകാനായിട്ട് കാരണം ഈ ഒരു സംഭവമായിട്ട് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്.
ഇത് ഒരു ലക്ഷ്മണൻ്റെ ഒരു ക്ഷേത്രമാണ്. ലക്ഷ്മൺജി മന്ദിർ എന്നാണല്ലോ ക്ഷേത്രത്തിൻ്റെ പേര് തന്നെ. ഇവിടെ ലക്ഷ്മണൻ്റെ ശേഷനാഗ അവതാരമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മതിലുകളിലൊക്കെ ഇങ്ങനെ രാമകഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനേകം ഇങ്ങനെ ചിത്രങ്ങൾ കുത്തിവെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഈ ലക്ഷ്മണ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ ഏകദേശം പൂർണ്ണമാവുകയാണ്. എന്തായാലും സച്ചിന് കൊണ്ടുവന്ന ആദ്യത്തെ സ്ഥലം എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അടുത്തതായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് തപോവനിലെ തന്നെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു സ്ഥലത്താണ്. ഇവിടെ ഗോദാവരി നദിയും കപില നദിയും കൂടെ സംഗമിക്കുന്ന സ്ഥലമാണ്. ഈ ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനത്തിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഗൗതമ മഹർഷി തപസ് ചെയ്ത് ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതാണ് ഗോദാവരി നദി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കപില മഹർഷിയുടെ തപസ്സിൻ്റെ ഫലമായിട്ടാണ് കപില നദി ഉത്ഭവിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭാരതത്തിലെ ഷഡ്ദർശനങ്ങൾ എന്നറിയപ്പെടുന്ന 6 ദർശനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള സാഖ്യദർശനം മുന്നോട്ട് വെക്കുന്നത് കപില മഹർഷിയാണ്. നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ പുണ്യനദികൾക്ക് തന്നെ വളരെ പ്രാധാന്യമുണ്ട്. അതുകൂടാതെ തന്നെ പുണ്യനദികളുടെ സംഗമസ്ഥാനത്തിന് അതിലേറെ ഒരു പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ 2 നദികൾ, ഈ ഗോദാവരി നദിയും കപില നദിയും തമ്മിൽ സംഗമിക്കുന്ന സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇടതുവശത്തോട് വരുന്നതാണ് കപില നദി, വലതുവശത്തുള്ളതാണ് ഗോദാവരി നദി. കപില നദി വളരെ ചെറിയൊരു നദിയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ നദികൾ തമ്മിൽ സംഗമിച്ചിട്ട് ആണ് മുന്നോട്ട് ഒഴുകുന്നത്. ये भगवान राम की वनवास की जगह है। यहाँ भगवान रहे थे 1 साल 14 दिन वनवास के लिए. നമ്മൾ ആ നദീസംഗമം കണ്ട ആ സ്ഥലത്ത് തന്നെയുള്ള തപോവനിൽ തന്നെയുള്ള മറ്റ് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. ഇവിടെ പറയുന്നത് രാമന് 1 വർഷവും 14 ദിവസവും ഇവിടെ താമസിച്ചെന്നാണ് പറയുന്നത്. ഈ സ്ഥലത്താണോ നാസിക്കിൽ മുഴുവനായിട്ട് താമസിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. ഇവിടെ നമുക്കൊരു 5 ചെറിയ കുളം പോലെ ചെറിയ കുഴികൾ കാണാം. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെയാണ് സീതാദേവി അഗ്നിപ്രവേശനം ചെയ്തത്. അത് അഗ്നികുണ്ഡം എന്നാണ് പറയുന്നത്. സീതാദേവിയെ അഗ്നിയിൽ ഒളിപ്പിച്ചിട്ട് സീതയാണല്ലോ രാവണൻ കൊണ്ടുപോകുന്നത്. അപ്പോഴത്തേന് അങ്ങനെ സീതാദേവി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ പ്രതിനിധീകരിക്കുന്നതാണ് മറ്റ് 3 കുണ്ടങ്ങളെന്ന് പറയുന്നത്. ആ 3 ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ സാക്ഷി നിർത്തി സീതാദേവി അഗ്നിപ്രവേശം ചെയ്ത സ്ഥലം ആയിട്ടാണ് ഇതിനെ പറയുന്നത്. സീതാദേവി അഗ്നിപ്രവേശം ചെയ്ത ആ ഒരു കുണ്ഡമാണ് അഗ്നികുണ്ഡം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. रामचंद्र भगवान शरण में आए, पाप दुख रोग परिहार करो, यात्रा सफल करो. അദ്ദേഹത്തിന് ഒരു 20 രൂപ കൊടുത്തേ ഉള്ളൂ. അദ്ദേഹം വളരെ വിശദമായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെയുള്ളിടത്ത് പോകുന്നവർ ശ്രദ്ധിക്കുക. നമ്മൾ ഇവരുടെ വലയിൽ കൂടുതൽ വീഴാതെ അത്യാവശ്യം അവർ പറയുന്ന കാര്യങ്ങളുമൊക്കെ കേട്ട് എന്തെങ്കിലും ചെറിയൊരു ദക്ഷിണയും കൊടുത്തിട്ട് പോരുക. ഇവിടെ കൂടുതൽ നേരം അവർ പറയുന്നത് കേട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആകെ കൺഫ്യൂഷനാക്കും. കുറച്ച് മുമ്പ് നമ്മളൊരു ക്ഷേത്രം കണ്ടില്ലായിരുന്നു, ശൂർപ്പണഖയുടെ മൂക്ക് ലക്ഷ്മണൻ മുറിക്കുന്നതാണ് പറഞ്ഞത് പ്രതിമയൊക്കെ ഇവിടെ കണ്ടില്ലേ. അവിടെ ആ പ്രതിമ കണ്ടപ്പോഴത്തേനും ഞാൻ നമ്മുടെ സച്ചിൻ ഓട്ടോക്കാരനോട് ചോദിച്ചു, ഇവിടെ വെച്ചിട്ടാണോ മൂക്ക് മുറിച്ചത് എന്ന് പറഞ്ഞാൽ. അല്ല, ഇവിടെ വെച്ചിട്ടല്ല, മൂക്ക് മുറിച്ച സ്ഥലം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അന്നേരം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്കൊരു പ്രതിമ കാണാനായിട്ട് പറ്റും. ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്ക് മുറിക്കുന്നതായിട്ടൊരു പ്രതിമയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ശരിക്കും ലക്ഷ്മണന് ശൂർപ്പണഖയുടെ മൂക്ക് മുറിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഇതാണ് കപില നദി. ശാലോണ്ട് വ്യക്തമായിട്ട് ഇവിടെ കാണാം. ഒഴുക്കൊന്നും തീരെ ഇല്ല, മാർച്ച് മാസം ആയതുകൊണ്ട് വരണ്ട് കിടക്കുകയാണ്. रोड से बैक साइड रिवर है, लक्ष्मण रेखा है. त्रेता युग में अग्नि रेखा जब जल रेखा है, उस रेखा को क्रॉस करके सीता देवी यहाँ पे रावणासुर को भिक्षा दिया. रावण सीता अम्मा को यहाँ से लेके लंका ले गया है. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് സീതാപഹരണം നടന്ന സ്ഥലമായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ഇവിടെ കുറച്ചങ്ങോട്ട് മാറിയാണ് പ്രസിദ്ധമായിട്ടുള്ള ലക്ഷ്മണരേഖ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. ഈ ലക്ഷ്മണരേഖ കടന്നാണ് സീതാദേവി പോകുന്നത്. ആ കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് സീതാദേവിയെ രാവണന് തട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പം ഇവിടെ പുറകുവശത്ത് ഇതിൻ്റെ അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഗ്രഹങ്ങളെല്ലാം തൽക്കാലത്തിന് ഇങ്ങോട്ട് മാറ്റിവെച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, നാസിക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പഞ്ചവടി എന്ന് പറയുന്നത്. പഞ്ചവടിയിലായിരുന്നു നമ്മൾ മുമ്പ് കണ്ട ഈ സീതാപഹരണം നടന്ന സ്ഥലമൊക്കെ ഈ പഞ്ചവടിയുടെ ഭാഗം തന്നെയാണ്. ഈ പഞ്ചവടി എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിന് പേര് വരാനായിട്ട് കാരണം 5 ആൽവൃക്ഷങ്ങൾ ഇവിടെയുണ്ട്. ഈ 5 ആൽമരങ്ങളും ഇവിടെ നമ്പർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. 1, 2, 3 അങ്ങനെ ഓരോ ആലിൻ്റെയും അടുത്ത് നമ്പറുകൾ ഇട്ടിട്ടുണ്ട്. ഈ 5 ആൽമരങ്ങളും ശ്രീരാമൻ നട്ടതാണെന്നൊരു വിശ്വാസവുമുണ്ട്. ഇത് ഈ പഞ്ചവടിയിലെ തന്നെ സീതാഗുഹ എന്ന് പറയുന്നൊരു ഗുഹയാണ്. ഈ ഗുഹയ്ക്കകത്താണ് സീതാദേവിയൊക്കെ ഈ വനവാസക്കാലത്ത് താമസിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അകത്തോട്ട് ക്യാമറ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് അകത്തെ ദൃശ്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നല്ല രസമുള്ളൊരു ഗുഹയാണ്. വരുന്നവർ ഇത് കയറി കാണണം. ശകലം നേരം ഒന്ന് ക്യൂ നിൽക്കേണ്ടി വരുമായിരിക്കും. ഇത് ഈ പഞ്ചവടിയിലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. കാലാറാം മന്ദിർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഈ കറുത്ത കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഇവിടുത്തെ പ്രതിമ. അതുകൊണ്ടാണ് കാലാറാം മന്ദിർ എന്ന് പേര് വരുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിന് മറ്റൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻസും കൂടെ ഉള്ളത്
നമ്മുടെ ഡോക്ടർ അംബേദ്കർ ഇവിടെ ക്ഷേത്രത്തിലെ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ദളിതർക്കൊക്കെ ക്ഷേത്രത്തിലെ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഇവിടെ 1930 ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു സത്യാഗ്രഹം നടത്തിയതായിട്ട് നമുക്ക് ചരിത്രരേഖകളിലൊക്കെ കാണുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് നാസിക്കിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രത്തിലാണ്. കപാലേശ്വര ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നന്ദിയുടെ പ്രതിമയില്ല. സാധാരണ ശിവക്ഷേത്രങ്ങളിലെല്ലാം നന്ദിയുടെ ഒരു പ്രതിമ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ ഇവിടെ നന്ദിയുടെ പ്രതിമയില്ലെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എല്ലാവരും പറയുന്നത്. ഇവിടെ നന്ദിയുടെ പ്രതിമ ഇല്ലാത്തതിൻ്റെ പിന്നിലും ഒരു കഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നന്ദിയെ മഹാദേവന് ഗുരുവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഗുരുവിൻ്റെ മുന്നിൽ ഇരിക്കാൻ പറ്റുകയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ നന്ദിയുടെ പ്രതിഷ്ഠ വരാത്തതെന്നാണ് ഈ പ്രത്യേക കാര്യത്തിനെക്കുറിച്ചുള്ള ഐതിഹ്യം കേൾക്കുന്നത്. ബ്രഹ്മഹത്യാപാപത്തിൽ നിന്ന് മോചനം നേടുവാനായിട്ടുള്ള മാർഗം നന്ദിയാണ് മഹാദേവന് പറഞ്ഞു കൊടുക്കുന്നത് എന്നൊരു ഐതിഹ്യമാണ് ഇതിൻ്റെ പിന്നിൽ. എന്നെ ഈ കപാലേശ്വര ക്ഷേത്രത്തിന് മുന്നിൽ ഇറക്കിയിട്ട് നമ്മുടെ ഓട്ടോക്കാരന് സച്ചിന് പുള്ളിയുടെ 300 രൂപയൊക്കെ മേടിച്ച് പോയി ഇതാണ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ് പോയായിരുന്നു. ഇതുവരെ ഈ വീഡിയോയിൽ ഞാൻ പറയാത്ത കുറച്ച് ക്ഷേത്രങ്ങളും കൂടെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത്, ഈ നാസിക്കിലുള്ള കുറച്ച് ക്ഷേത്രങ്ങളും കൂടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് താല്പര്യമുള്ളൊരു വീഡിയോയുടെ അവസാന ഭാഗത്ത് അതും കൂടെ കണ്ടിട്ടേ പോകാവുള്ളൂ. ഈ കപാലേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് രാംകുണ്ടിൽ തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തി. രാംകുണ്ടിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. ശരിക്കും ഞാൻ നാസിക്കിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഓർത്തത്. പക്ഷേങ്കിൽ ഇവിടെ നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ സച്ചിന് നമ്മളെ ഈ ഇവിടുത്തെ കാഴ്ചകൾ മുഴുവൻ കാണിച്ചു. അപ്പം ഞാൻ ഓർക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് പോകേണ്ടത് ഭീമാശങ്കർ എന്ന് പറയുന്ന ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്കാണ്. അങ്ങോട്ട് പോകാനായിട്ട് ഇന്ന് രാത്രിയിൽ തന്നെ പോയാലോ എന്നുള്ളൊരു കണക്കൂട്ടലാണ് ഇപ്പോൾ. നമ്മുടെ ഓട്ടോക്കാരൻ സച്ചിന് പോകാൻ നേരത്ത് സച്ചിൻ്റെ നമ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് സച്ചിനെ വീണ്ടും വിളിച്ചു. എന്നെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടണം, പൂനെക്ക് പോകാനായിട്ട് ബസ് കിട്ടുന്ന ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടണം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ വീണ്ടും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സച്ചിന് രാവിലെ നമ്മൾ കണ്ട സ്ഥലത്ത് തന്നെ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും രാംകുണ്ടിൽ എത്തിയിരിക്കുകയാണ്. രാംകുണ്ടിലെ ഗോദാവരി നദിയുടെ ഇങ്ങേ കരയ്ക്കൂടെ, നമ്മൾ നേരത്തെ രാവിലെയൊക്കെ നമ്മൾ പോയത് അങ്ങേ കരയ്ക്കൂടെയാണ്. ഇങ്ങേ കരയ്ക്കൂടെ നമ്മൾ സച്ചിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. നേരെ കുറച്ചും കൂടെ മുന്നോട്ട് നടന്ന് അവിടെ നിന്നാണ് നമുക്ക് ഓട്ടോയ്ക്ക് നമ്മൾ കയറിപ്പോയത്. അങ്ങോട്ട് പോവുകയാണ്. ഗോദാവരി നദിയുടെ കാഴ്ചകളൊക്കെ കൊണ്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ വീഡിയോയുടെ താഴെയൊക്കെ പല കമൻറ്റുകളും വരുന്നുണ്ട്. ഇത് വെറും കെട്ടുകഥകൾ പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തായാലും കെട്ടുകഥകളാണെങ്കിലും കഥകളാണെങ്കിലും ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് എഴുതപ്പെട്ട കഥയാണെങ്കിലും ആ കഥയിൽ ഉള്ള സ്ഥലങ്ങളും ആ കഥയിൽ പറയുന്ന കഥാപാത്രങ്ങളുടെ ക്കനുസരിച്ച് ജീവിക്കുന്നവരും അവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ആൾക്കാരെയും നമുക്ക് കോടിക്കണക്കിന് ആൾക്കാരെ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നത് മറ്റു ലോകത്തിൻ്റെ ഒരു ഭാഗത്തും ഇങ്ങനെയൊരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കഥകൾ വായിക്കുന്നു, ആ കഥകൾ നമ്മൾ വായിച്ചന്നേരം തന്നെ മറക്കുന്നു. അല്ലാതെ ഒരു കഥയ്ക്കകത്തുള്ള കഥാപാത്രം പറഞ്ഞ ഉപദേശങ്ങളും ആ കഥയ്ക്കകത്തുള്ള കഥാപാത്രം ജീവിച്ചിരുന്ന സ്ഥലങ്ങളുമൊക്കെ ഇതുപോലെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ലോകത്തൊരിടത്തും എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഈ കഥകൾക്കും കഥയിലെ സ്ഥലങ്ങൾക്കും ഒക്കെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം നമുക്ക് ഉണ്ട് എന്ന് തന്നെയുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സ്ഥലങ്ങൾ കാണിക്കുകയും ഈ സ്ഥലങ്ങളെക്കുറിച്ചുള്ള കഥകൾ പറയുകയും ചെയ്യുന്നത്. സച്ചിൻ നമ്മളെ രാംകുണ്ടിൻ്റെ അവിടുന്ന് നാസിക്ക് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചിട്ടുണ്ട്. 100 രൂപ മേടിച്ചു. ഇത്രയും നമ്മൾ 300 രൂപ കൊടുത്താണെന്നുള്ള കാരണമൊന്നും കാണിച്ചില്ല. ഇവിടം വരെ വരുന്നതിന് 100 രൂപ മേടിച്ചു. ഇവിടുന്ന് പൂനെക്ക് 200 കിലോമീറ്ററിന് മുകളിലുണ്ട്. എന്നാലും പൂനെക്കുള്ള ബസ്സുകളൊക്കെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് പൂനെക്ക് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഭക്ഷണം അന്വേഷിച്ച് നാസിക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തോടെ ഇങ്ങനെ നടന്നപ്പോഴാണ് 10 രൂപയ്ക്ക് ഭക്ഷണം എന്നിങ്ങനെ ഹിന്ദിയിൽ വിളിച്ച് പറയുന്നത് കേട്ടത്. അപ്പോഴത്തേനും എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ഈ ഇങ്ങനൊരു സംഭവം കാണുന്നത്. 10 രൂപയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വയറ് നിറച്ച് ഭക്ഷണം കിട്ടും. എന്നാലും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, ഇങ്ങനൊരു ഞാൻ കേരളത്തിൽ നിന്ന് വരുവാ, ഇങ്ങനെ വീഡിയോ ഒന്ന് എടുത്തോട്ടെ, ഇങ്ങനെ 10 രൂപയ്ക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം ആയതുകൊണ്ടൊരു വീഡിയോ എടുത്ത് എല്ലാവരും ഒന്ന് കാണിക്കാനായിട്ട് താല്പര്യമുള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് വീഡിയോ എടുത്താന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാണ്. मैं खाना जैसा परोसता हूँ, जैसा इसमें डालता हूँ, सामने वाले को देता, आखिरी का उसमें। अभी ये रोटी है, हमको ये रोटी 2 रोटी है, देखो 1 और ये 2, ये 2 रोटी है, उसमें हम ये सब्जी 100 ग्राम सब्जी रहती है, तो 100 ग्राम की जगह हम ज़्यादा भी 125 ग्राम या 150 ग्राम इसमें बैठती है तो दे देते हैं। समझो फिर ये वाटी में किसको आपने को राइस, ये राइस आपने को देखो इसका 150 ग्राम देना है, मगर ये 200 ग्राम हो गया यार। ये हमारे कहने काटा भी हुआ, देखा लो कांटे के ऊपर देखो। तो ये हो गया खाना तुम्हारा। ऐसा जो खाना है ये 10 रुपए में आपको 10 രൂപയ്ക്ക് ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. ആകെ ഈ ലോകത്തൊരിടത്തും കാണാത്തൊരു സംഗതിയാണ്. 10 രൂപയ്ക്കാണ് ഇത്ര സാധനങ്ങൾ 10 रुपए में मिलता है।
അങ്ങനെ നാസിക്കിൽ നിന്ന് 10 രൂപയുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഒരു AC ബസ്സിന് കയറി. ആദ്യമായിട്ടാണ് AC ബസ്സിനൊക്കെ കയറുന്നത്. വേറെ ബസ്സുകളൊന്നും ഇല്ലായിരുന്നു. ആദ്യം കണ്ട ബസ് AC ആയിരുന്നു. അതുകൊണ്ട് AC ബസ്സിനങ്ങ് കയറി. AC ബസ്സിന് കയറി നമ്മൾ പൂനെക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നാസിക്കിൽ നിന്ന് പൂനെ വരെ എത്താനായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ അധികം സമയമെടുത്തു. വഴിയിലെല്ലാം ഒത്തിരി ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. പൂനെയിലെ ശിവാജി നഗർ ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് തന്നെയാണ് ഭീമാശങ്കർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്കുള്ള ബസ്സുകൾ കിട്ടുന്നത്. പക്ഷേങ്കിൽ ഇവിടുത്തെ ലാസ്റ്റ് ബസ് 4 മണിക്ക് പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേനും ഇവിടുത്തെ ബസ് പോയി. ലാസ്റ്റ് ബസ് ഭീമാശങ്കറിനുള്ളത് പോയി. ഇനി രാവിലെ 5:30 ബസ്സുള്ളൂ ഭീമാശങ്കർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ എന്തായാലും ഇന്നിനിയിപ്പം ഭീമാശങ്കർ ക്ഷേത്രത്തിലേക്ക് വണ്ടി കിട്ടുകയില്ല. അപ്പോഴത്തേനും വേറെ എന്തെങ്കിലും ഓപ്ഷൻ നോക്കാം. അപ്പം നാസിക്കിലെ ഏകദേശം പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള ഭീമാശങ്കർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വീഡിയോകളൊക്കെ ഇഷ്ടമുള്ളവരിലേക്ക് ഈ വീഡിയോകളൊക്കെ എത്തിച്ചു കൊടുക്കുക. എല്ലാവർക്കും നമസ്കാരം.